സിസ്റ്റം ആകെ തകരാറിലായി ശ്രീകണ്ഠപുരം ഗാന്ധി സ്ക്വയറിലെ സിഗ്നൽ സംവിധാനം. മാസങ്ങളായി ഇതിന്റെ പ്രവർത്തനം താറുമാറായിട്ട്. ശ്രീകണ്ഠപുരം പട്ടണത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റുകളും മിഴിച്ചിമീട്ട് ആഴ്ചകൾ പിന്നിട്ടു. പരാതികളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും നഗരസഭ ഇടപെടുന്നില്ല എന്ന പരാതിയും ഉയരുകയാണ്. സന്ധ്യ മയങ്ങിയാൽ ടൗണിന്റെ വിവിധ പ്രദേശങ്ങൾ കൂരിരുട്ടിലാണ്. 2 മാസത്തിൽ അധികമായി ശ്രീകണ്ഠപുരം ഗാന്ധി സ്ക്വയറിലെ സിഗ്നൽ സംവിധാനം തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ചുവപ്പ് കത്തുന്നത് തോന്നിയതുപോലെ, പച്ചയുടെ സ്ഥിതിയും ഏതാണ്ട് അതുപോലെ തന്നെ. പുതുതായി ഈ സിഗ്നലിൽ പെട്ടുപോയവർ കാത്തിരുന്ന് മടുക്കും. ഒടുവിൽ ബാക്കിൽ വരുന്ന വാഹനങ്ങളുടെ ഹോണടിയിൽ കാര്യങ്ങൾ പിടുത്തം കിട്ടും. എവിടെയോ പച്ച ലൈറ്റ് കത്തിയെന്ന് അങ്ങനെയാണ് ഡ്രൈവർമാർ പലരും ആക്സിലേറ്ററിൽ കാലമർത്താറ്. ഒരു സിഗ്നൽ യൂണിറ്റ് വർക്ക് ചെയ്യുന്നതേ ഇല്ല. നിരവധി തവണ വാർത്തകളും പരാതികളും വന്നു. കേൾക്കേണ്ടവർ കേട്ടിട്ടും കുലുക്കമില്ല. ഈ സിഗ്നലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ മൊത്തം ആശയക്കുഴപ്പത്തിലേ ഇല്ലേ. കാരണം ഏതെല്ലോ സമയത്താണ് അത് കത്തുന്നത്. മഴ പെയ്താൽ ചിലപ്പോൾ ഒന്നുമില്ല, അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ മഞ്ഞ മാത്രം കത്തുന്നതാണ്, കത്തിയും മിന്നും. ചിലപ്പോൾ ഒരു സൈഡിൽ പച്ച സിഗ്നൽ കത്തുന്നതാണ്, അപ്പുറത്തെ സൈഡിൽ ഒന്നുമില്ല. അപ്പം നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ നമുക്ക് മൊത്തം ആശയക്കുഴപ്പമാണ് ഡ്രൈവർമാർക്ക്. കാരണം നമ്മൾ ഒരു ടാക്സി ഡ്രൈവറാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോകുന്നുണ്ട്. പക്ഷേ മറ്റുള്ള വണ്ടിക്കാരെല്ലാം അങ്ങ് തലങ്ങും വിലങ്ങും പാഞ്ഞു വരുമെന്ന്, ഒരു രക്ഷയില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ അത് കണ്ടുവരുന്നുണ്ട്. ശ്രീകണ്ഠപുരത്തെ സിഗ്നല്, സെൻട്രൽ ജംഗ്ഷനിലെ സിഗ്നല് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. പിന്നെ പല ഓട്ടത്തിലെ പല ആൾക്കാർക്കും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പുതിയ ഡ്രൈവർമാരെ ആ വഴി വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലാണ് നമ്മുടെ സിഗ്നല് പ്രവർത്തിക്കുന്നത്. ഇത് ഇപ്പോൾ നിരന്തരം ഈ മഴക്കാലമായതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. പല സമയങ്ങളിലും ആക്സിഡന്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടൗൺ സ്ക്വയറിലെ MLAയുടെ വികസന പദ്ധതിയിൽ സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ്, അതും മിഴിച്ചിമീട്ട് ആഴ്ചകൾ പിന്നിട്ടു. ടൗൺ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പ്രവേശന കവാടത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റും ഉദ്ദേശം 4 മാസത്തോളമായി ജീവൻ പോലും നിലച്ച അവസ്ഥയിലാണ്. ഗാന്ധി സ്ക്വയറിലെ ഹൈമാസ്റ്റ് ലൈറ്റും പ്രവർത്തിക്കാറേയില്ല. ടൗൺ സ്ക്വയറിൽ നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ പ്രവൃത്തികളിൽ സ്ഥാപിച്ച നടപ്പാതകളിലെ ലൈറ്റുകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. കൂരിരുട്ടിൽ തപ്പുകയാണ് സന്ധ്യ കഴിഞ്ഞാൽ ശ്രീകണ്ഠപുരം. കോട്ടൂർ പാലം കടന്ന് പെട്രോൾ പമ്പിന് മുൻവശത്തെ നടപ്പാതകളും സ്ഥിതി ഇതുതന്നെ. ടോർച്ചടിച്ച് വേണം ഇതുവഴി നടന്നു പോകാൻ. 5 കോടി വികസന പദ്ധതിയിൽ സ്ഥാപിച്ച ലൈറ്റുകൾ എല്ലാം നോക്കുകുത്തിയാണ്. കോട്ടൂർ മലപ്പട്ടം ജംഗ്ഷനിൽ അവിടെയും തലയുയർത്തി നിൽക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിക്കാറേ ഇല്ല. നഗരം ഉൾഗ്രാമങ്ങളെക്കാൾ കൂരിരുട്ടിൽ. പരാതികൾ പറഞ്ഞ് മടുത്തു എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇപ്പോൾ 1 മാസത്തോളമായി ഇവിടുത്തെ ലൈറ്റ് കത്താതെ, 1 മാസത്തിന് മുകളിലായി ലൈറ്റ് കത്താതെ. ഇപ്പോൾ നമ്മളിപ്പോൾ 10-11 മണി വരെ ടൗണിൽ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. കറണ്ട് പോയാലും ഇവിടെ വെളിച്ചം തീരെ ഉണ്ടാവില്ല. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഇടയ്ക്ക് ഓണാക്കും, ഇടയ്ക്ക് ഓഫാക്കും, നമ്മളെ പോയിട്ട് ഓണാക്കല്. ഇപ്പോൾ 1 മാസത്തിന് മുകളിൽ ഇതിപ്പോൾ ലൈറ്റ് കത്താതെ ഇരുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കുറേ ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. ഓട്ടോക്കാർക്കായാലും യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഇവിടെ അറിയാതെ ആൾക്കാർ വന്നാൽ ഇവിടെ ബുദ്ധിമുട്ടാണ്, ഇവിടെ വരുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി എന്ന് നമ്മുടെ പട്ടണം ഉയർത്തെഴുന്നേൽക്കും? സിസ്റ്റം മൊത്തം തകരാറിലായി കിടക്കുന്ന ശ്രീകണ്ഠപുരം പട്ടണം ഒന്ന് ഉയർത്താൻ കോടികൾ ചിലവഴിച്ച ഇത്തരം സർക്കാർ ഫണ്ടുകൾക്ക് ആരാണ് സംരക്ഷണം നൽകേണ്ടത്? അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുന്നവർ തന്നെയാണോ ഇതിൻ്റെ ഉത്തരവാദികൾ?